നമസ്കാരം. വീണ്ടും സൗദി അറേബ്യൻ കാഴ്ചയിലേക്ക് സ്വാഗതം. ഇതാകണ്ടോ, രണ്ട് സൈഡിലും വലിയ കുന്നുകളും മലകളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ അല്ലുല എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. അപ്പം ഈ ഒരു പെരുന്നാളിൻ്റെ നമ്മുടെ ട്രിപ്പ് അല്ലുല, തബൂക്ക് എന്ന സ്ഥലങ്ങളിലോട്ടാണ്. അപ്പം മനോഹരമായിട്ടുള്ള വഴികളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് വലിയ മലകളുടെയൊക്കെ കാഴ്ചകളാണ് നമുക്ക് ഈ അല്ലുലയിൽ കൂടുതലും കാണാനുള്ളത്. അപ്പം ആ ഒരു കാഴ്ച കാണാനായിട്ട് ഞങ്ങളങ്ങനെ ഈ മനോഹര പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പം ബാക്കി ഭാഗം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. നമ്മൾ ഈ അല്ലുലയിൽ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ഈ റോഡിലൂടെ കാണാൻ കഴിയുന്ന കാഴ്ചകളുടെ. അതായത് നല്ല പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള ചെറിയ റോഡിലൂടെയാണ് നമുക്ക് അല്ലുലയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര. ഒരു പ്രത്യേക നല്ലൊരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് നമ്മൾ ജിദ്ദയിലൊക്കെ നമുക്ക് ഇതുപോലുള്ള റോഡുകൾ വളരെ ചുരുക്കമാണ്. എന്നാൽ അല്ലുലയിലോട്ട് ചെല്ലുമ്പോഴത്തേന് നമ്മൾ സ്വീകരിക്കുന്നത് തന്നെ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ കൃഷിയിടങ്ങളും വലിയ പാറകളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല കാഴ്ചകളുമായിട്ടാണ് നമ്മളെ ഇവിടെ സമീപിക്കുന്നത് തന്നെ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ അല്ലുല ഓൾഡ് ടൗണിലോട്ടുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത്. ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇതിനു മുമ്പേയും കണ്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അല്ലുലയിലെ ഓൾഡ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇതാകണ്ടോ, പഴയകാല അവരുടെ വീടുകളും അതേപോലെ എൻ്റെ തൊട്ട് പുറകിലുള്ള നല്ല മനോഹരമായിട്ടുള്ള വലിയ പാറക്കെട്ടുകളും, അങ്ങനെ അല്ലുലയിലുള്ള ഓൾഡ് ടൗൺ കാഴ്ചകളാണ്. ഇതിനു മുമ്പേ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. മനോഹരമായിട്ടുള്ള, അതായത് ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ക്യാപിറ്റേറിയ, അതുപോലെ തന്നെ അനേക പഴയ കുറച്ച് കാഴ്ചകൾ കണ്ടോ. പനയുടെ ഓല കൊണ്ടുള്ള ചെറിയ കടകൾ, എന്ന് വേണ്ട അറേബ്യൻ നാടിൻ്റെ തനിമയെ ഉണർത്തുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പൂജകൾ കണ്ടോ, പാത്രങ്ങൾ ഒക്കെ ഓൾഡ് സ്റ്റൈലിലുള്ള ഒത്തിരി കാഴ്ചകൾ. അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ്. ഇന്നിപ്പം ഈ സമയം ആയതുകൊണ്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല. വൈകുന്നേരം ഒരു 4:30 ശേഷം ആണിവിടെ ഇതെല്ലാം ഓപ്പൺ ആകുന്നത്. ഇരു സൈഡുകളുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇത് കണ്ടോ, പൂക്കളും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. പഴയ കാലത്തുള്ള ഇത് കണ്ടോ, കതകിൻ്റെ ലോക്കുകൾ, അതുപോലെ തന്നെ അവർ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂജ, ഇത് കണ്ടോ, മൺകൂജകൾ, അവരുടെ ആദ്യകാല ഡോറിൻ്റെയൊക്കെ സാമ്പിളുകളൊക്കെ നമുക്കിവിടെ വന്ന് കാണാനായിട്ട് പറ്റും. ഇരിപ്പിടങ്ങൾ ഇതുണ്ടോ. പിന്നെ നല്ല വെയിലാണെങ്കിൽ തന്നെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതും ഇതിൻ്റെ ഒരു അല്ലുലയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ എല്ലാ ഷോപ്പുകളും ഇവിടെ നമുക്ക് അവൈലബിളുമാണ്. വൈകുന്നേരങ്ങളിൽ ഇതെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് നല്ല ലൈറ്റിങ്ങോട് കൂടിയൊക്കെ അല്ലുല അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാണാനും പറ്റും. അപ്പോൾ അല്ലുലയുടെ ഓൾഡ് ടൗൺ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഇതിലെ നടക്കുകയാണ്. അപ്പം നമ്മൾ തബൂക്കിലോട്ട് പോകാൻ ഉള്ള വഴിയിലാണ് ഇവിടെ കയറിയത്. അതുകൊണ്ട് തന്നെ ഉച്ച സമയമായതിനാൽ കടകളൊന്നും ഓപ്പൺ അല്ല. എല്ലാ സാധനങ്ങളും സുഗന്ധ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. സ്പൈസസിൻ്റെ കടയാണ്. ഒട്ടനേകം ഒരു ചെറിയൊരു ടൗണിൻ്റെ പഴയ ഒരു ടൗണിൽ നമ്മൾ വന്ന പ്രതീതിയാണ്.
ഒരു 30 വർഷം മുമ്പേ ഉള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 30 വർഷം മുമ്പേ അറേബ്യൻ്റെ ഒരു 700 വർഷം പഴക്കമുള്ള ഒരു ചരിത്രത്തെ ഉണർത്തുന്നതായിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ടൗൺഷിപ്പ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ടുകൾക്കുള്ളിലാണ് ഈ ഒരു ടൗണ്. ഇത് കണ്ടോ, മനോഹരമായിട്ടുള്ള വലിയ പാറകൾക്കിടയിൽ ഇങ്ങനെ ഓരോ കോഫി ഷോപ്പുകളും അതുപോലെ തന്നെ ഓരോ ഷോപ്പിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് ആക്കിയിരിക്കുന്ന അല്ലുലയുടെ ഓൾഡ് ടൗണാണ്. ഇതേപോലെ സൗദി അറേബ്യയുടെ അനേകം കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ അത്തറുകളും ഒക്കെയുള്ള കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് ഓപ്പൺ ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാ ഷോപ്പുകളും ഇവിടെ നമുക്ക് അവൈലബിളാണ്. അതിൻ്റെ പഴയ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതങ്ങനെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററുകൾ ഈ ഒരു ഓൾഡ് ടൗൺ അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ രാത്രി കാഴ്ച എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ. സൗദി അറേബ്യയുടെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.